ഫുള്ള് ഒപ്പന പ്രാക്ടീസിനൊക്കെ ഇടയിലുള്ള കുറച്ച് മൊമെൻറ്റ്സൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. കുറച്ച് കാലമായി ഞാൻ അത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചിട്ട്, പക്ഷേ വൃത്തിയായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ആക്കി അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ച് അങ്ങനെ പെൻഡിങ്ങിൽ വെച്ചതാണ്. പക്ഷേ അതിനുള്ളൊരു സമയം കിട്ടുന്നില്ല. ഇനി ഇതിൻ്റെ കയ്യിൽ അപ്ലോഡ് ചെയ്യാണ്ടിരുന്ന ഫോൺ മെമ്മറി ഫുള്ളായതൊക്കെ ഡിലീറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യാന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ നിന്ന് അപ്ലോഡ് ചെയ്താൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്രാവശ്യം UPയും ഹൈസ്കൂൾ ഒപ്പന നമുക്കുണ്ടായിരുന്നു. അപ്പോൾ സബ് ജില്ല വരെ UP കുട്ടികളും ഹൈസ്കൂൾ കുട്ടികളും ഒരുമിച്ചാണ് പ്രാക്ടീസ് ചെയ്യുക. അതിന് മുമ്പ് ഞാൻ എൻ്റെ ഒപ്പന ഹിസ്റ്ററി എന്ന് പറയാം. ഞാൻ GMLP സ്കൂളിൽ മണലടിയിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് 3ാം ക്ലാസ്സിൽ നിന്നാണ് ഞാൻ ഒപ്പന തുടങ്ങുന്നത്. പുള്ളി മാനല്ല മയിലല്ല മധുരക്കരിമ്പല്ല എന്നുള്ള പാട്ടിലൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആ സ്റ്റെപ്പൊക്കെ ഇരുന്നിങ്ങനെ നിലത്തും കൈയൊക്കെ കൂട്ടി അടിച്ച് കളിച്ചിരുന്നത്. അങ്ങനെ തുടങ്ങി 3ലും 4ലും അവിടെ ഒപ്പന കളിച്ച് 5ാം ക്ലാസ്സിൽ DHSൽ വന്ന് ചേർന്നപ്പോൾ ഇവിടുന്ന് കലോത്സവത്തിന് ഞാനൊരു ഒപ്പന ടീം ഉണ്ടാക്കി. അന്ന് മുതൽ ഞാനൊരു ടീമിനെ പഠിപ്പിച്ച് സ്റ്റേജിൽ കയറ്റിയത്. അന്നൊക്കെ ഭയങ്കര മോശമായിരുന്നു ഒപ്പന. ഞങ്ങളുടെ ഒപ്പനയായിരുന്നു ഏറ്റവും മോശമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എന്നാലും അന്ന് മുതൽ ഒപ്പന പഠിപ്പിക്കാൻ അങ്ങോട്ട് ഇറങ്ങിയതാണ്. പിന്നെ DHSൽ ഞാൻ എത്ര കാലം പഠിച്ചോ അത്ര കാലം അവിടെ കലോത്സവത്തിനും ഉണ്ടാവും, സബ് ജില്ലാ കലോത്സവത്തിനും ഉണ്ടാവും. അങ്ങനെ പിന്നെ ഞാൻ നേരെ പോയത് +1 പൊറ്റശ്ശേരിക്കാണ്. പൊറ്റശ്ശേരിയിലും കലോത്സവങ്ങളൊന്നും വല്ലാണ്ട് ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ ഒരു തവണ കലോത്സവം ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ 2 ആഴ്ച ഒപ്പന പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നും ഞാൻ ഒപ്പനയുടെ ലീഡ് ചെയ്തിരുന്നത് ഞാനാണ്. പക്ഷേ സ്റ്റേജിലൊന്നും കളിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ പോയത് MES കല്ലടി കോളേജിലേക്കാണ്. അവിടെയും ഞങ്ങൾ ഒപ്പന കളിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പോയത് SN കോളേജിലാണ്, B.Ed കോളേജ്. അവിടെയും ഞങ്ങൾ ഒപ്പന കളിച്ചിട്ടുണ്ട്. ഞാൻ എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെയൊക്കെ ഞാൻ ഒപ്പന കളിച്ചിട്ടുണ്ട്. മണമായ അലിഞ്ഞു ബീവി ആലിഞ്ഞു ബീവി വന്നിടും ഒരു മകളാകെ അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ ലൈഫിൽ ഒപ്പന കളിക്കാത്ത വർഷങ്ങൾ വളരെ കുറവാണ്. 1, 2, 3, 4 ഒപ്പന ഒരു വർഷം മെയിനായിട്ട് നമ്മൾ ഒരു സ്റ്റേജിൽ തന്നെ കളിക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ട് എനിക്ക്. അതുകൊണ്ട് തന്നെ തോന്നുന്നു അതിന് ബ്ലഡിൽ വല്ലാണ്ട് ആ കൊട്ടാണ് കേൾക്കുമ്പോഴത്തേനും ഞാൻ ഭയങ്കരമായിട്ട് ഇതായി പോവും. അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ സബ് ജില്ലകളും ജില്ലകളും ഒക്കെ ഞാൻ ഒപ്പന കാണാൻ പോവും. എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ ഇഷമോള് ഞാൻ ഡെലിവറി കഴിഞ്ഞ് 90 ദിവസം കഴിഞ്ഞ ഉടനെയാണ് നമ്മുടെ ഒരു സബ് ജില്ലാ കലോത്സവം കല്ലടി സ്കൂളിൽ വരുന്നത്. അന്ന് ഞാൻ ആ കുട്ടിയെയും കൊണ്ട് ഒപ്പന കാണാൻ പോയിട്ടുണ്ട്. എന്നിട്ട് അവിടുന്ന് ആളുകളൊക്കെ എന്നെ ഈ കുട്ടിക്ക് ഇത്രയും സൗണ്ട് കേട്ട പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറഞ്ഞിട്ട് എന്നെ അവിടുന്ന് പറഞ്ഞേക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന ഒരു കുട്ടീനെ അമ്മാൻ്റെ അടുത്ത് വണ്ടിയിൽ കൂടുന്ന ഉമ്മയും കുട്ടിയും വണ്ടിയിൽ നിൽക്കും. ഞാൻ അങ്ങനെ ഒപ്പന കാണും. അത്ര പ്രാന്തോടെ ഒപ്പനയെ സ്നേഹിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ ഞാൻ തന്നെ DHSലെത്തിയപ്പോൾ ഇവിടെ ഒപ്പന എല്ലാ വർഷവും സ്റ്റേറ്റിൽ പോണ സ്കൂളാണ്. ഞാനിവിടെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവർ നിരന്തരം സ്റ്റേറ്റിൽ പോയിക്കൊണ്ടിരുന്നതാണ്. ഇവിടെ അങ്ങോട്ട് എത്തിയപ്പോൾ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എൻ്റെ കയ്യിൽ തന്നെ അങ്ങോട്ട് കിട്ടിയ പോലെ. അത് മുതൽ ഞാനും ഒപ്പനൻ്റെ ഒരു ഭാഗമാവാൻ തുടങ്ങി DHSൽ. ഇവിടെ എടുക്കണ സ്ട്രെസ്സും സ്ട്രെയിനും അത്ര വലുതാണ്. അത് ബിഹൈൻഡ് ദ സീനാണ്, അതാരും കാണാത്തതാണ്. ഈ ഒപ്പന അങ്ങോട്ട് തുടങ്ങിയ മക്കളും ഞങ്ങൾ ടീച്ചേഴ്സും വളരെ കുറഞ്ഞ സമയം വീട്ടിലിരിക്കുള്ളൂ. ഓഫ് ഡേയ്സിലൊക്കെ പ്രാക്ടീസ് ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ കൂടെ അങ്ങോട്ട് നിന്ന് നമുക്കിത് ഭയങ്കര പിന്നെ ഫസ്റ്റ് കിട്ടൂലേ എന്നുള്ള ടെൻഷനും മെൻ്റൽ പ്രഷറൊക്കെ ഭയങ്കര. അതിനിടയ്ക്കൊരു ഞാൻ പറയും ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ പോലെയാണ് ഇതൊക്കെ ഇറങ്ങിയത്. ഞാൻ എപ്പോഴും പറയും ഓരോ വർഷം സ്റ്റേറ്റ് കഴിഞ്ഞ് വരുമ്പോഴും ഞാൻ തീരുമാനിക്കൂട്ടോ അടുത്ത വർഷം ഇത് വല്ലാണ്ട് അത്രയ്ക്ക് തലയിൽ കയറ്റണ്ടെന്ന്. പക്ഷെ ആ സമയം അങ്ങോട്ടായാൽ എന്തോ ഒരു ഹാർട്ട് ബീറ്റിനൊക്കെ ഒരു കൂടുതലാണ്. കുട്ടികളെടുക്കണം, സെലക്ട് ചെയ്യണ്ടേ, പ്രാക്ടീസ് ചെയ്യണ്ടേ, പിന്നെ ആ ഒരു തോട്ട് മാത്രമാവും. പിന്നെ ഞങ്ങളെ ട്രെയിനർ അബ്ദുള്ള സാറിനെ കുറിച്ച് ഒരിക്കലും പറയാണ്ടിരിക്കാൻ പറ്റില്ല. സാറിൻ്റെ പാട്ടും സാറിൻ്റെ സ്റ്റെപ്പുകളും ഒരു തരത്തിലും ഒരു ഈഗോ ഇല്ലാണ്ട് സാർ ഒരു പാട്ടും കൊണ്ട് വരുമ്പോഴൊക്കെ ഞങ്ങൾ പറയും സാറേ ഇത് രസമല്ല, ഇത് മാറ്റി തരുമെന്ന് ചോദിച്ചാൽ
അല്ലെങ്കിൽ ചില ആളുകൾക്കൊരു ഈഗോയെങ്കിലും വർക്കൗട്ട് ആവില്ല. സാർ അങ്ങനെ നമ്മൾ എന്താണോ പറഞ്ഞത് ഇത് മാറ്റണം എന്ന് പറഞ്ഞാൽ അത് മാറ്റിത്തരും, ഇത് ഇങ്ങനെ ആക്കണം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ആക്കിത്തരും. അങ്ങനെ അത്രയും ഞങ്ങളെ കൂടെ നിൽക്കുന്ന ആളാണ് അബ്ദുള്ള എഡ്രിക്കോട്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഞാനും മോളും ഒപ്പന കളിക്കണത്. ഞങ്ങളെല്ലാവരും അങ്ങോട്ട് കൂടിയ ഫ്രണ്ട്സിനെ പോലെയാണ്, സംസാരിക്കും, കളിക്കും, ചിരിക്കും, അവരുടെ കൂടെ എല്ലാറ്റിനും ഞങ്ങളുണ്ടാവും. പിന്നെ ഈ മാത്സ് പഠിപ്പിക്കാനുള്ളൂ അപ്പോൾ ഞാനൊക്കെ അവരുടെ ടീച്ചറാവണം കേട്ടോ. അല്ലാത്ത എല്ലാറ്റിലും അവരാണ് എൻ്റെ ടീച്ചർ. നല്ല റീലെടുക്കാനും കോസ്റ്റ്യൂമിൻ്റെ ട്രെൻഡ് അറിയാനും നമ്മുടെ മേക്കപ്പ് പ്രോഡക്ട്സിനെ കുറിച്ചൊക്കെ ഫുള്ള് എനിക്കാണ് അവരൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു പോകുന്ന ആളുകളാണ്. പിന്നെ പാരൻസിന് സപ്പോർട്ട് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഓഫ് ഡേയ്സിലൊക്കെ ഞങ്ങളവിടെ പോകുമ്പോൾ ഒരാളല്ലെങ്കിൽ ഒരാൾ ഞങ്ങൾക്ക് ചായയും കടിയും ഒക്കെ ആയിട്ട് വരും. ചിലപ്പോൾ 2-3 പാരൻസ് ഒറ്റ സെറ്റായിട്ടാണ് പോരും. അന്ന് 2-3 കടിയും ജ്യൂസും ചായയൊക്കെ ആയിട്ട് ഞങ്ങളെ വയറങ്ങോട്ട് നിറയും. അങ്ങനെ ഒരു വേറൊരു ലോകം ആണ് ആ ഒരു പ്രാക്ടീസ് ടൈം എന്നൊക്കെ പറയുന്നത്. പിന്നെ ഞാൻ ഭയങ്കര ടെൻഷൻ്റെയും ഇതിൻ്റെയൊക്കെ ആളാണ്. ഒരു ഒപ്പനൻ്റെ ഒക്കെ തലേന്നൊക്കെ ആയ സബ് ജില്ലാ കലോത്സവത്തിൻ്റെ 2 ദിവസം മുമ്പായാൽ തന്നെ എനിക്ക് ടെൻഷൻ തുടങ്ങും. റബ്ബേ എന്താവും എന്ന് ആലോചിച്ച്. എല്ലാ പ്രാവശ്യം ജില്ലയ്ക്ക് ഞങ്ങൾ 3 ടീമും കൊണ്ടാണ് വരിക, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി. ഇപ്രാവശ്യം ഹയർ സെക്കൻഡറി നമ്മൾ ടീം ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. UP സബ് ജില്ലയിൽ നിന്ന് നമുക്ക് സെക്കൻഡ് കിട്ടിയുള്ളൂ. അതുകൊണ്ട് അപ്പീലിന് മാക്സിമം ശ്രമിച്ചു, അപ്പീലും കിട്ടിയില്ല. അതെനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഈ ഒരു വർഷത്തെ നഷ്ടത്തിൽ ഞാൻ എഴുതി വെച്ച ഒരു കാര്യമാണ് UP ഒപ്പന. അങ്ങനെ നമുക്ക് ഇപ്രാവശ്യം ജില്ലയിൽ നമ്മുടെ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഹൈസ്കൂൾ ഒപ്പന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് എന്തോ ഭയങ്കര ടെൻഷനായിരുന്നു. ആകെ ഒപ്പനയും കൊണ്ട് ഞാൻ ജില്ലയിലേക്ക് വന്നിട്ടുള്ളൂ, റബ്ബേ അത് കിട്ടൂലേ എന്നുള്ളൊരു ടെൻഷന് ഭയങ്കരമായിരുന്നു. വേറൊരു ലോകത്താണ് ഞാൻ ആ 2 ദിവസം. പക്ഷെ അല്ലെങ്കിൽ മക്കളുടെ എഫേർട്ട് കൊണ്ടും അവരുടെ കഷ്ടപ്പാട് കൊണ്ടും അവരുടെ ഡെഡിക്കേഷൻ കൊണ്ടും മക്കളുടെയും ഞങ്ങളുടെയും പാരൻസിന് എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടും ഞങ്ങൾക്ക് ജില്ലയിലും ഫസ്റ്റ് അടിക്കാൻ പറ്റിയിട്ടുണ്ട്. അൽഹംദുലില്ലാ സമാധാനത്തോടു കൂടി സ്റ്റേറ്റിലേക്ക്. പൊതുവേ കലോത്സവം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് കേട്ടോ. ടീച്ചിങ് പ്രൊഫഷനൊക്കെ ഞാൻ ചൂസ് ചെയ്യാൻ കാരണം തന്നെ ഈ കലോത്സവം, സ്പോർട്സ്, കുട്ടികളപ്പടക്കം ടൂറ് അതൊക്കെ ആകുമ്പോൾ നമ്മളെന്നും ആ ഒരു ഏജിൽ നിൽക്കും എന്നുള്ളത് ഒക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാൻ എൻ്റെ പ്രൊഫഷനിൽ അത്ര ഹാപ്പി ആയിട്ടുള്ള ഒരാളാണ്. മൊത്തത്തിൽ എനിക്ക് എല്ലാ കലോത്സവ ദിവസങ്ങളിലൊക്കെ ഞാൻ സബ് ജില്ലയാണെങ്കിലും ലീവ് എടുത്തിട്ടാണെങ്കിലും സ്കൂളിൽ നിന്ന് അവിടെ പോയി നിൽക്കും കാണാൻ. ഇത് ഒപ്പനാന്ന് മാത്രമല്ല എല്ലാം, പക്ഷേ ഒപ്പനയോടൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. ഇതിന് ഞാൻ ചെയ്യുന്ന എല്ലാതും ഒരു പാഷനോട് കൂടിയിട്ടാണ്. അതുകൊണ്ട് ഇതിന് എത്ര എഫേർട്ട് ഇട്ടാലും നമുക്കൊരു കംപ്ലൈൻറ്റ് പറയാനോ അങ്ങനെയൊന്നും തോന്നൂല. അതൊരു ഇഷ്ടം കൊണ്ട് ചെയ്യണതായതുകൊണ്ട്. ഈ ഓരോ വിജയങ്ങൾക്ക് പിന്നിലും കുറേ ടീച്ചേഴ്സിൻ്റെയും കുട്ടികളുടെയും പാരൻസിൻ്റെയും കഷ്ടപ്പാടുണ്ട്. അതിൻ്റെ ഒപ്പം ഞങ്ങളുടെ ഹയർ സെക്കൻഡറി ഒപ്പന കുട്ടികളുടെയും ഞങ്ങളുടെ ബാക്ക് ബോൺസാണ് ഓരോന്ന് പറയാം. കുറേ ക്ലിപ്സൊക്കെ എൻ്റെ അടുത്ത് മിസ്സായിട്ടുണ്ടിട്ടുള്ളത്. തട്ടിക്കൂട്ടിയൊരു വീഡിയോ ആണ്. ഇൻഷാ അല്ലാഹ് സ്റ്റേറ്റിലേക്ക് പോണ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ.